അമ്മ ഇന്ന് സ്പെഷ്യല് ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമുക്ക് നല്ല പുഴ മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറേ മീൻ മിക്സ് ആയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. മന്ത്, കരിമീൻ, ഞണ്ട് എല്ലാം കൂടി മിക്സ് ആയിട്ട് കിട്ടിയത്. ഇന്ന് കറി വെക്കാൻ പോകുന്ന മറ്റേ ഞണ്ടാ കറി വെക്കുന്നു. മീനും മീൻ പൊരിക്കുക. മീനെല്ലാം നല്ല ക്ലീൻ ആക്കി തന്നിട്ടുണ്ട് അമ്മ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കുക്കിംഗ് പ്രോസസ്സിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ മീനിനെല്ലാം നന്നായിട്ടൊന്ന് മസാല പിടിപ്പിച്ച് വെക്കാനുണ്ട്. നല്ല മുളക് പൊടി, മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ നല്ല നാടൻ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മസാല പിടിപ്പിച്ച് വെക്കണം. ഇനി നമുക്ക് നമ്മുടെ മീനിനെല്ലാം നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ നമ്മൾക്കതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ആഡ് ചെയ്യാം. കറിവേപ്പില ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റും അതിൻ്റെ മണവും, പിന്നെ കൂടാതെ തന്നെ ഈ മീൻ അടിയിൽ പിടിക്കുകയും കൂടെ ഇല്ല. അതുകൊണ്ട് നമുക്ക് കറിവേപ്പില ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെ നമുക്ക് മീൻ വെച്ച് കൊടുക്കാം. 2-3 തരത്തിലുള്ള മീനുകളുണ്ട്. ഞാൻ എല്ലാം കൂടെ മിക്സ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കരിമീനുണ്ട്, വേറെയും 2 തരത്തിലുള്ള മീനുണ്ട് കേട്ടോ. എനിക്കിതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല. അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പം നമ്മുടെ പുഴമീൻ നമ്മളൊന്ന് പൊള്ളിക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വാഴയില ഒന്ന് വാട്ടിയിട്ടെടുക്കണം. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമുക്ക് ഈ പൊരിച്ച മീൻ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് മീൻ പൊള്ളിക്കാനുള്ള മസാല ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. ഇനി നമുക്ക് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തത് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിൻ്റെ പച്ചക്കുത്തൊന്ന് മാറിയതിന് ശേഷം നമുക്ക് പച്ചമുളക് കൂടി ആഡ് ചെയ്യാം. 2-3 പച്ചമുളക് ഞാൻ കീറിയത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എരിവ് നോക്കിയിട്ട് ആഡ് ചെയ്യാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് പച്ചമുളക് കൂടി നല്ലോണം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സവാള ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 2-3 സവാള സ്ലൈസ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. മസാല കുറച്ച് തിക്കായിട്ട് തന്നെ വേണം. അതുകൊണ്ട് ഞാൻ കുറച്ചധികം സവാള എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. സവാള നന്നായിട്ട് പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 2 തക്കാളിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു മിനിമം സൈസിലുള്ള 2 തക്കാളി ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ തക്കാളി ഉള്ളിയും കൂടെ നന്നായിട്ടൊന്ന് വഴണ്ട് വരാനുണ്ട്.
ഇനി നമുക്ക് മസാലക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം. കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അതിനുശേഷം വെളിച്ചെണ്ണ കുറവാണെങ്കിൽ മസാലക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നേരത്തെ വാട്ടി വെച്ച വാഴയിലയിലേക്ക് നമുക്ക് നമ്മുടെ മസാല വെച്ച് കൊടുക്കാം. ഈ ഒരു മസാല നന്നായിട്ടൊന്ന് പരത്തിയിട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ നമ്മൾ മീൻ വെക്കാൻ പോവുകയാണ്. ഇതിൽ നമ്മൾ മീൻ പൊതിഞ്ഞിട്ട് പൊള്ളിക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി നമ്മുടെ പൊരിച്ച് വെച്ച മീൻ ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ള മസാല നമുക്കിനി മീനിൻ്റെ മേലെയായിട്ട് ഇട്ട് കൊടുക്കണം. ഈ ഒരു തക്കാളിയുടെ ഉള്ളിയുടെയും മസാലയുടെ ഫ്ലേവർ ഈ മീനിലേക്ക് നിറച്ചും പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ താഴെയും മേലെയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് വാട്ടി വെച്ചൊരു വാഴയില ഇതിൻ്റെ മേലെ കൂടി വെച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊരു അടച്ചു വെച്ചിട്ടൊരു സിമ്മിലിട്ടൊരു 5 മിനിറ്റ് വേവിക്കുക. നമ്മുടെ പുഴമീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മസാലയിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് മീനിങ്ങനെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് വിഷ്ണുവിന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം.